വീട്ടിൽ കടന്നു മരിക്കുന്നവരാ എന്റെ ഉമ്മത്തിലെ ശുഹദാക്കളിൽ 90%. 10% യുദ്ധത്തിൽ പോയി മരിക്കുള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ കടന്നു മരിക്കുന്നവരാ, യുദ്ധത്തിലല്ല. എന്താ വിഷയം എന്നറിയോ? അള്ളാഹുവിനോട് നിങ്ങൾ രക്തസാക്ഷിത്വം ചോദിക്കണം. നിങ്ങളാ ചോദിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് ഷഹീദിന്റെ അവസ്ഥയിലാണ്. മനസ്സറിഞ്ഞ് ചോദിക്കാൻ ധൈര്യം വേണതിനെ, ചോദിക്കാൻ ധൈര്യം വേണ്ടേ? അല്ലാഹു എനിക്ക് രക്തസാക്ഷിത്വം തരണേ, നിനക്ക് വേണ്ടി ചോര ചിന്തി മരിക്കാനുള്ള തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായുള്ള ചോദ്യമാണെങ്കിൽ അസുഖം പിടിച്ചു മരിക്കുകയാണെങ്കിലും അവൻ അല്ലാഹുവിന്റെ അടുത്ത് ഷഹീദാണ്. രോഗിയായി മരിക്കുകയാണെങ്കിലും അല്ലാഹുവിന്റെ അടുത്ത് ഷഹീദാണ്. എങ്ങനെ മരിക്കുകയാണെങ്കിലും അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. സ്വഹാബത്ത് അത് അല്ലാഹുവിനോട് പറയാ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും നിനക്കാണ് പടച്ചവനെ, നിനക്കാണ് അല്ലാഹ്, ഞാൻ നിനക്ക് തന്നു പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് വഅദ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അല്ലാഹുവിന് വാക്ക് കൊടുത്തത് വാക്ക് പാലിച്ച മുഅ്മിനീങ്ങളുണ്ട്, ജീവൻ ത്യജിച്ചവരുണ്ട്, വാക്ക് പാലിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ഏതിലാ പെട്ടത്? വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീലാ. നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? ഷഹാദത്തിനെ ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ച രക്തസാക്ഷിത്വം വലിയ അത്ഭുതമുള്ള ചോദ്യമാണ്. ഉമർ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യും. എന്താ ദുആ? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്. നിന്റെ നബിയുടെ നാട്ടിൽ പരിശുദ്ധമായ മദീനയിൽ ഷഹീദാവാൻ എനിക്ക് ഭാഗ്യം തരണേ. മദീനയിൽ ഷഹീദാവണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എങ്ങനെയാ? ശത്രു ഒന്ന് കുത്തല്ലേ ഉണ്ടായത് സുബഹിസ്കരിക്കുമ്പോ. ഉമർ തങ്ങൾ വഫാത്തായത് എവിടെയാണ്? മദീനയിലോ മക്കത്തോ? മദീനയിൽ. മദീനയിൽ ശത്രുവിനാൽ വധിക്കപ്പെട്ട, സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ആളാണ് ആര്? മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. എന്തെന്നറിയോ? മദീന വിട്ട് പോകാനും മനസ്സ് വരുന്നില്ല. എനിക്ക് ഇവിടെ മരിക്കണം, പക്ഷെ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ, അത് മദീന തന്നെ തന്നാ മതി, മദീന വിട്ട് പോവാൻ എനിക്ക് ഒരുക്കമല്ല എന്ന് ചോദിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ഇതിൽ ചെറിയൊരു അത്ഭുതമുണ്ട് ഈ ചോദ്യത്തിൽ. എന്താണെന്നറിയോ? രക്തസാക്ഷിത്വത്തിന് യുദ്ധം നടക്കണം. മദീനയിലും മക്കയിലും ഹറമുണ്ട്, അള്ളാഹുവിന്റെ ഹറം, ഹോളി സാങ്ച്വറി. ആ ഹറമിന്റെ ഉള്ളിൽ യുദ്ധം ശത്രുക്കളായിട്ട് വന്ന് തുടങ്ങിയാലല്ലാതെ അവിടെ യുദ്ധം നടക്കാൻ പാടില്ല. അപ്പൊ യുദ്ധം നടക്കാൻ സാധ്യത ഏറ്റവും കുറവുള്ള സ്ഥലമാണ് മദീന, മക്ക. അവിടെ വെച്ച് ഷഹീദാവണമെന്ന ചോദ്യം, ആ ചോദ്യമാണ് അള്ളാഹു സ്വീകരിച്ചത്. നിസ്കാരത്തിൽ ശത്രുവിനാൽ വധിക്കപ്പെട്ടത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ രക്തസാക്ഷിത്വമായിരുന്നു. ഷഹീദായതാണ്. അങ്ങനെ ഷഹീദായപ്പോഴാണ് പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ചുറ്റും കെട്ടിടമുണ്ടാക്കി ഇന്ന് കാണുന്ന റൗളയുടെ ആ ചുമരുകൾ പടുക്കുകയാണ്. ഉമർ തങ്ങളുടെ പേരക്കുട്ടിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അന്നിങ്ങനെ പടുക്കുമ്പോ റൗള ഷരീഫിന്റെ ചുറ്റും ഇങ്ങനെ കുഴി കുഴിച്ചപ്പോ കുഴിയിൽ നിന്ന് ചോര കാണുന്നുണ്ട്. പണിയൊക്കെ നിർത്തിവെച്ചു ആളുകൾ. യാ അല്ലാഹ്, മണ്ണിൽ ചോര കാണുന്നു. കുഴിച്ചപ്പോഴേ ആർക്ക് ചുറ്റുമായി കുഴിക്കണത്? ഒന്ന് റസൂലുള്ളാഹി തങ്ങളെ കിടക്കണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നത് ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ കിടക്കുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് അവരൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. കഅബയും പരിശുദ്ധമായ സംസമും ഹജറുൽ അസ്വദും സഫയും മർവയും ഒക്കെ കാണാനും ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ അറിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹജ്ജിനും ഉംറക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സിയാറത്തിനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മണ്ണിൽ ചോര കണ്ടപ്പോൾ സ്വഹാബത്ത് പണി നിർത്തിവെച്ചു. 100ഓളം സ്വഹാബികൾ അവിടെയുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഫുഖഹാ ജീവിച്ചിരിക്കുന്ന കാലം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു, റൗളയിലേക്ക് വിളിച്ചു.
ഉലമാഇനെ വിളിപ്പിച്ചു, എന്താണ് ഇവിടെ കാണുന്നത്? ആരുടെയോ ശരീരത്തിൽ നിന്ന് പച്ച ചോരയാണ് ഈ കാണുന്നത്. എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് നോക്കാൻ കുഴിയിലേക്ക് ഇറങ്ങി മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ അടക്കമുള്ള ഇമാമുമാർ മണ്ണിങ്ങനെ മാന്തി നോക്കുമ്പോ, മണ്ണിങ്ങനെ മാറ്റി നോക്കുമ്പോൾ കുഴിക്കാൻ വേണ്ടി കുഴിച്ചിരുന്ന ഏതോ ഒരാളുടെ മൺവെട്ടി ഒരാളുടെ കാലിൽ കൊണ്ടതാണ്. ആ കാല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു. എപ്പോഴേ 40ഓളം കൊല്ലങ്ങൾക്ക് ശേഷം, 40 കൊല്ലങ്ങൾക്ക് ശേഷം പരിശുദ്ധമായ റൗള ശരീഫിൽ കിടക്കുന്ന ഉമർ തങ്ങളുടെ കാലിൽ ഒരു മൺവെട്ടി തട്ടിയപ്പോൾ ചോര തെറിച്ചു. എന്തേ കാരണം എന്നറിയോ? ലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അല്ലാഹുവിന്റെ വഴിയിൽ വഫാത്താകുന്നവരെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുതേ. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇതേ ആശയം അല്ലാഹു ആവർത്തിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. ലാ തഹ്സബന്ന, നിങ്ങളാരും വിചാരിച്ചു പോവല്ലേ, അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരെ സംബന്ധിച്ച് അംവാതാ, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കല്ലിൻ. അപ്പൊ എന്താണ്? ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു തിരുത്തി പറഞ്ഞില്ല. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു രക്തസാക്ഷിക്ക് അല്ലാഹു ജീവനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉമർ തങ്ങളുടെ വഫാത്തിന്റെ 40 വർഷങ്ങൾക്ക് ശേഷവും ആ ശരീരത്തിൽ, ഒരു പച്ച മനുഷ്യന്റെ ശരീരത്തിൽ മുറിവുണ്ടായി ചോര തെറിക്കുന്ന പോലെ കാലിൽ നിന്ന് ചോര തെറിച്ചിട്ടുണ്ട് ഉമർ തങ്ങളുടേത്. അപ്പൊ എന്താണ് ഉമർ തങ്ങൾക്ക് സംഭവിച്ചത്? രക്തസാക്ഷിത്വം. യുദ്ധമാണോ ഉണ്ടായത്? അല്ല. പക്ഷേ മദീനയിൽ എനിക്ക് ഷഹീദാവണമെന്ന് ചോദിച്ചു. ആ ചോദ്യം സത്യസന്ധമായപ്പോൾ അള്ളാഹു നൽകിയതാണിത്. ഏതാണ് ആ രക്തസാക്ഷിത്വം എന്നറിയുമോ? എവിടെയാണ് ഉമർ തങ്ങൾ ചെയ്ത യുദ്ധം എന്നറിയുമോ? ആരോട് ചെയ്ത യുദ്ധമാണ് ഉമർ തങ്ങളുടെ യുദ്ധം? സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധം ചെയ്ത മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ശരീരത്തോട് യുദ്ധം, സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യാം. മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ അരികത്തുകൂടെ ഇതുപോലുള്ള രാത്രി സമയം, ഇരുട്ടുള്ള രാത്രിയിൽ നടന്നു പോകുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം കേൾക്കുന്നത്. യാ ഉമർ, നീയാണോ ഉമർ? നീയാണോ അമീറുൽ മുഅ്മിനീൻ? നീയാണല്ലേ മുഅ്മിനീങ്ങളുടെ നേതാവ്, അമീറുൽ മുഅ്മിനീൻ? അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അല്ലാഹ്, ഈ പാതിരാത്രി ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഉമർ തങ്ങൾ എന്നെ സ്വന്തം പേരാണല്ലോ വിളിക്കുന്നത്, ആരോടായി ചോദിക്കുന്നത്? മെല്ലെ പാത്തും മെല്ലെ ചെന്ന് ആ തോട്ടത്തിൽ കയറി നോക്കുമ്പോ അവിടെ ആരുമില്ല. ഉമർ തങ്ങൾ ഒറ്റക്കാണ്. അപ്പൊ എന്താ സംഗതി എന്നറിയോ? ഒറ്റയ്ക്ക് വിചാരണ ചെയ്യാ ശരീരത്തെ. എന്താ ചെയ്ത തെറ്റെന്നറിയോ? ഇങ്ങനെ ശിക്ഷിക്കുകയാണ്. ശരീരത്തോട് വിചാരണ ചെയ്തിട്ട് പറയാണ്, ഉമറേ, നീയാണോ ഉമർ? എന്തുകൊണ്ട് ഉമറേ ഇന്നലെ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം നീ ഒഴിവാക്കി? എല്ലാവരും കടന്നുറങ്ങുമ്പോൾ സുബഹി നിസ്കാരത്തിന് മുമ്പായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി പാതിരാ നേരത്തെ എഴുന്നേറ്റ് എന്റെ രക്ഷിതാവുമായി ഞാനൊന്ന് ബന്ധപ്പെടട്ടെ, എന്റെ രക്ഷിതാവുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്റെ റബ്ബുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്റെ റബ്ബിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് തുറന്നു വെക്കട്ടെ. മനുഷ്യരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ റബ്ബിനോട് ഞാൻ പറയട്ടെ എന്ന് ചിന്തിച്ച് അല്ലാഹുവിന് വേണ്ടി വുളൂ ചെയ്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം ഒരു രാത്രി നിസ്കരിക്കാൻ സാധിക്കാതെ ഉറങ്ങിപ്പോയതിന് ശരീരത്തെ ശിക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരം ഖളായിട്ടല്ല എന്ന് മനസ്സിലാക്കണം. നിസ്കാരം ഖളാ ആയതല്ല ഇവിടെ വിഷയം. സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് വേണമെങ്കിൽ നിസ്കരിക്കാം.
നിസ്കരിച്ചാൽ കൂലിയുണ്ട്, മുഖത്ത് പ്രകാശമുണ്ടാകും. അല്ലാഹു ദുആഇന് ഉത്തരം തരുന്ന നേരമാണ് സുബ്ഹിക്ക് മുമ്പുള്ള നേരം, ചോദിച്ചാൽ ഉത്തരമുള്ള നേരമാണ്.